മാത്യു കുഴൽനാടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ.ഡി. കൂടി ഇറങ്ങാൻ പോകുന്നു. പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ? വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കൃത്യമായി ഒന്ന് ഇതിനോട് പ്രതികരിക്കാൻ കഴിയൂ. ദീർഘകാലം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏത് ഘട്ടത്തിലാണ് ഇ.ഡി. ഇപ്പോൾ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റിലാണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു പ്രതികരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായിരുന്നാലും നിലവിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കറപ്ഷൻ ആംഗിളിൽ ഒരു അന്വേഷണം മുമ്പോട്ട് പോയിട്ടില്ല. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും തുടരും. നിലവിൽ കോടതിയും ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഇ.ഡി. ഏത് ആംഗിളിലാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളത് ടു വെയിറ്റ് ആൻഡ് സീ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇ.ഡി. വിഷയത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരു പരാതി. അത് ഒത്തുകളിയാണ്, BJP CPIM ഒത്തുകളിയാണ് എന്നുള്ള വിമർശനമൊക്കെ ഉയർത്തുന്നത് കണ്ടു. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ.ഡിയുടെ ഈ എൻട്രി എന്നുള്ളതും ശ്രദ്ധേയമല്ലേ ശ്രീ മാത്യു കുഴൽനാടൻ? അല്ല, ഇ.ഡിയുടെ എൻട്രി എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഇത്രയും കാലം ഇതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്തൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാതെ ഇപ്പോ മറ്റു നിലയിൽ നമ്മൾ ആ കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇ.ഡി. വരുന്നതിലുള്ള ഒരു സത്യസന്ധതയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ജെനുവിൻനെസ്സും നീഡ് ടു ബി വെരിഫൈഡ് എന്നുണ്ടോ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന നിലയ്ക്ക്. വേറെ അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യാനും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്ര നാൾ ഇവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു അമിതാവേശം കാണിക്കാത്തത്. ശരി മാത്യു കുഴൽനാടൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.